ഹായ് ഹലോ നമസ്കാരം, ഞാൻ രഞ്ജു. പ്രിയപ്പെട്ടവർക്കെല്ലാം മാർജിനാലിയ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജേക്കബ് എബ്രഹാം എന്ന എഴുത്തുകാരനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചെറുകഥാ സമാഹാരമായ തോക്ക് എന്ന പുസ്തകത്തെക്കുറിച്ചുമാണ്. ജീവിതാഭിലാഷങ്ങളുടെയും അപരജീവിതത്തിന്റെയും ഭാവുകത്വം പുനരാവിഷ്കരിച്ചിരിക്കുന്ന 14 കഥകൾ ഉൾപ്പെടുന്ന ചെറുകഥാ സമാഹാരമാണ് തോക്ക്. അദ്ദേഹം പത്തനംതിട്ട സ്വദേശിയാണ്. കഥാകൃത്ത്, നോവലിസ്റ്റ്, റേഡിയോ അവതാരകൻ, കോളമിസ്റ്റ് എന്നീ നിലകളിൽ അദ്ദേഹം പ്രശസ്തനാണ്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ടാറ്റു, ഉറക്കം തൂങ്ങി മരങ്ങളുടെ നഗരം, മൾബറി ചെടികൾ ചൂളമടിക്കുമ്പോൾ, ആ മുതൽ അംവരെ പോകുന്ന തീവണ്ടി, വിഷമവൃത്തങ്ങളിൽ വിശുദ്ധർ, കുമരി, മരങ്ങൾക്കിടയിൽ ഒരു മൊണാസ്ട്രി, ക്രിസ്മസ് പുസ്തകം, ശ്വാസഗതി, വാൻഗോഗിന്റെ കാമുകി, എന്റെ പത്തനംതിട്ട കഥകൾ എന്നിവയാണ്. ചെറുകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി ഗീതാ ഹിരണ്യൻ പുരസ്കാരം, മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വിഷുപ്പതിപ്പ് കഥാമത്സരത്തിൽ 1ാം സമ്മാനം, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കാരൂർ പുരസ്കാരം, മുട്ടത്തുവർക്കി കലാലയ കഥാ അവാർഡ്, വെബ്കോം സാഹിത്യ പുരസ്കാരം. അദ്ദേഹത്തിന്റെ കുമരി എന്ന നോവലിന് പ്രഥമ PINH സ്മാരക പുരസ്കാരം, കൂടാതെ കൈരളി സരസ്വതി സാഹിത്യ സമ്മാനം എന്നീ അവാർഡുകളും ലഭ്യമായിട്ടുണ്ട്. DC ബുക്സ് റൊമാൻസ് ഫിക്ഷൻ പ്രശസ്തി പത്രം ലഭിച്ച അദ്ദേഹത്തിന്റെ കൃതിയാണ് വാൻഗോഗിന്റെ കാമുകി. ജേക്കബ് എബ്രഹാം എന്ന പ്രിയപ്പെട്ട എഴുത്തുകാരനെ കാണാൻ സാധിച്ചതും അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചെറുകഥാ സമാഹാരമായ തോക്ക് എന്ന പുസ്തകം എഴുത്തുകാരന്റെ കയ്യൊപ്പോടുകൂടി സ്വീകരിക്കുവാൻ കഴിഞ്ഞതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. തോക്ക് എന്ന ചെറുകഥാ സമാഹാരത്തിൽ കേരള സാഹിത്യ അക്കാദമി ഗീതാ ഹിരണ്യൻ പുരസ്കാരം, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കാരൂർ പുരസ്കാരം, മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വിഷുപ്പതിപ്പ് കഥാമത്സരത്തിൽ 1ാം സമ്മാനം എന്നിവ നേടിയ കഥകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കഥാസമാഹാരത്തിൽ തോക്ക്, പശു, ഞങ്ങളുടെ നാക്കുകൾ, ഹനുമാൻ കുന്ന്, സബ് എഡിറ്റർ, ഭൂപടത്തിനുള്ളിലെ പൂച്ച, സ്ലം ഡോഗ് മില്യനെയർ, ടാറ്റു, പവിത്രയുടെ കഥ, ഹെൻറി തുടങ്ങി 14 കഥകളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മാൻകൈൻഡ് ലിറ്ററേച്ചറാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 180 രൂപയാണ് ഇതിന്റെ വില. അദ്ദേഹം ഈ ചെറുകഥ സമർപ്പിച്ചിരിക്കുന്നത് കഥകൾ തന്ന മാമലകൾക്ക്, വീടുകൾക്ക്, വഴിയോരങ്ങൾക്ക്, തിളച്ചുമറിയുന്ന ജീവിതങ്ങൾക്ക്, ഭൂമിയിലെ സകല ചരാചരങ്ങൾക്കും ഈ പുസ്തകം അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നു. 2001 മാതൃഭൂമി വിഷുപ്പതിപ്പ് അവാർഡ് നേടിക്കൊണ്ട് സജീവമായി സാഹിത്യത്തിലേക്ക് വന്ന ആളാണ് ജേക്കബ് എബ്രഹാം. ഇനിയും നിരവധി സാഹിത്യ കൃതികൾ ആ തൂലികയിൽ നിന്നും ഉതിരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.